ഇവനൊരു പിയൂണ് ചെയ്യുന്ന ജോലി ഇവനെ ഏൽപ്പിച്ചു. അല്ല എന്തോ ലെറ്റർ ഉണ്ട്, അവിടെ കൊണ്ട് കൊടുക്കണം, ഇവിടെ കൊണ്ട് കൊടുക്കുക. ഒരു കസ്റ്റംസ് ഓഫീസറോട് സിവിൽ ഓഫീസറോടെയാണ് ലെറ്റർ. അല്ലാതെ എന്തോ ഇവനെ അവിടെ കൊടുക്കാൻ പറ്റിയായിരുന്നു. ഇവനെ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ കാശ് കിട്ടത്തില്ലല്ലോ. ഇല്ലേ? അതിനേക്കാൾ പ്രശ്നം ഉണ്ടായത് ഇവൻ വീട്ടിൽ വന്നപ്പോഴാണ്. വീട്ടിൽ വന്ന് കഴിഞ്ഞ മാസം കിട്ടിയതിന്റെ 10-1 പോലും കയ്യിൽ കാശില്ല. അതുകൊണ്ട് വല്ല ജീവിക്കാൻ ഈ പെണ്ണുമ്പിളയ്ക്ക് അറിയാവും. അവളാ പറയാം ഞാനിങ്ങനൊന്നും ജീവിച്ചിട്ട് ഒന്നുമില്ല. അവനാ പറയാം ട്രബിളിലായി. പക്ഷേ അങ്ങനെ ട്രബിളിലായെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം കൊണ്ട് കൈക്കൂലി വാങ്ങിക്കാൻ പറ്റും? പറ്റത്തില്ല. അവിടെ സ്ട്രഗിൾ ഉണ്ട്. അവൻ പറഞ്ഞു എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോവന പറയാം ഞാൻ അങ്ങനെ ജീവിക്കുന്നു നോക്കും. എന്തോ വെട്ടുക്കളും കാട്ടുവേനും ഒട്ടോരോഗം കൊണ്ടുള്ള ഉടുപ്പും തോൽവാറും ഇങ്ങനെയും ജീവിക്കാൻ മോനെ. യോഹന്നാനെന്താ പറയും? യോഹന്നാന്റെ അടുത്ത് ആർക്കെങ്കിലും ഞാൻ പറയാൻ പറ്റുമോ എനിക്ക് ഈ പൈസ ഉണ്ടെന്ന് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല? പിന്നെ പറയും നിനക്ക് പറ്റത്തില്ലെങ്കിൽ പോലെ എന്റെ കൂടെ പോരെ, അല്ലാതെ വേറെ പ്രയാസപ്പെട്ട കാര്യമൊന്നും ഇല്ല. നമ്മൾ ചിന്തിക്കുന്നവരൊന്നും അല്ല. നമുക്ക് ഓൾമോസ്റ്റ് ഒരു ചെറിയ ഇൻകം കൊണ്ടൊക്കെ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ ചിന്ത പിശാച് നമ്മളോട്, ഞാൻ എപ്പോഴും പറയുന്നു, പിശാച് നമ്മളോട് പറയുന്നത് ഇതിന്റെ ഇരട്ടി ശമ്പളം കിട്ടിയാലും നിനക്ക് ജീവിക്കാൻ പറ്റത്തില്ലെന്ന്. യാഥാർത്ഥ്യം ഇതിന്റെ പകുതി ശമ്പളമേ ഉള്ളെങ്കിലും നിനക്ക് ജീവിക്കാവുന്നുള്ളത്. അതാ യാഥാർത്ഥ്യം. ദാറ്റ് ഈസ് ദ ട്രൂത്ത്. ഇപ്പൊ ഉള്ളതിന്റെ നേർ പകുതി ശമ്പളം നാളെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിലും നിങ്ങൾ ചത്തുപോകത്തൊന്നുമില്ല. കുറെ ജങ്ക് വീട്ടിൽ നിന്ന് ഒഴിവാകുന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ വീട്ടിൽ കുറച്ചുകൂടെ സ്പേസ് ഉണ്ടാവും. അല്ലാതെ വേറെ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ഇവിടെ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെൻ പടജനം വന്നപ്പോൾ അവർ പറഞ്ഞു ബി കണ്ടന്റ്, കിട്ടുന്നത് കൊണ്ട് നീ തൃപ്തിപ്പെടുക. അപ്പോൾ ജനങ്ങൾ വന്നപ്പോൾ പറഞ്ഞു യു ഷെയർ. രണ്ടാമത് വന്നെന്ന് പറഞ്ഞു കീപ് ദ പ്രൊഫഷണൽ എത്തിക്സ്. മൂന്നാമത് വന്നെന്ന് പറഞ്ഞു ബി കണ്ടന്റ്, നിങ്ങൾക്ക് കിട്ടുന്നത് മതി എന്ന് വെച്ചു. ഇനി മറ്റൊരു കൂട്ടർ വന്നു, അതാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അടുത്ത കൂട്ടരെ കുറിച്ച് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തില് നമ്മൾ അതിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കും. ഓക്കെ, ഇവിടെ ഞാൻ അതിനെക്കുറിച്ച് വായിക്കാം. ആ ഭാഗത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതുവരെയുള്ള ആളുകളോടൊക്കെ അവനെന്താ വളരെ സോഫ്റ്റ് ആയിട്ട് ഇടപെട്ടു അല്ലേ? ഈവൻ ചുങ്കക്കാരോട് പോലും സോഫ്റ്റ് ആയിട്ട് ഇടപെട്ടു. ഇപ്പൊ റിലീജിയസ് ആൾക്കാർ ഇപ്പോഴാണ് വരുന്നത്. ഇതുവരെ വന്നതെല്ലാം കോമൺ പീപ്പിൾ, പ്രൊഫഷണൽസ് ആൻഡ് ഫൈനലി എന്താണ് പടജനം ഇല്ലേ? പടജനം. അടുത്തതായിട്ട് വരുന്നത് റിലീജിയസ് ആൾക്കാരാണ്. അപ്പൊ റിലീജിയസ് ആൾക്കാർ വന്നപ്പം കൂടുതൽ സ്വീകരിക്കുകയല്ല ചെയ്യേണ്ടത്. കാര്യം ഇവനും ആ ഒരു സ്റ്റാൻഡിൽപ്പെട്ട ആളാണല്ലോ. പക്ഷെ ഇവൻ ഇങ്ങോട്ട് വരുന്നത് കണ്ടപ്പോഴേ ചോദിക്കുന്നതിനറിയാമോ, അമലിയുടെ സന്തതികൾ എന്നാണ്. ബ്രൂഡ് ഓഫ് എ വൈപ്പർ. എടാ അമലിയുടെ സന്തതി നിന്നെ ആരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്ന് അവിടെ ചോദിക്കുന്നത്. വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ നിന്നെ ഉപദേശിച്ചത് ആര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാടാ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് തന്നെ? നമ്മുടെ നമ്മൾ സാധാരണ പറയുന്നത് ഇവൻ എങ്ങനെ വന്ന എവിടുന്ന് വരുന്നു നമ്മൾ ചോദിക്കുന്നവര്. നിന്നെ ആരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? എന്തോ നിന്റെ ചിന്ത? നിന്റെ ചിന്ത എന്താ? അവൻ എന്തോ ചിന്തിച്ചാ വന്നിരിക്കുന്നത്? വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാം. എന്ത് ചെയ്താൽ? സ്നാനപ്പെട്ട. അത്രയുള്ള കാര്യം. സിമ്പിളാണ്. അല്ലാതെ ഇത് ഗ്രീക്കും ഹീബ്രു ഒന്നും പഠിച്ചില്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഇല്ലേ? അവിടെ എഴുതിയിരിക്കുകയാണ് എന്ത്? വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ നിങ്ങളെ ഉപദേശിച്ചത് ആര്? അപ്പോ ഇവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അങ്ങ് ചെല്ലുമ്പോ എന്തെങ്കിലും ഒരു കാര്യം കൂടെ ഇവർക്ക് തന്നെ ബോധ്യമുണ്ട് ഇവർ നീതിമാന്മാരാണെന്ന്. എന്നാൽ ഇവർ ചിന്തിച്ചു ആരാണ്ടൊക്കെ പറഞ്ഞു എന്താണ് യോഹന്നാൻ സ്നാനം ഏൽപ്പിക്കുന്നുണ്ട്, ആ സ്നാനം കൂടെ ഏറ്റു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോവാം, ചെല്ലാം. അപ്പം എന്നാ പിന്നെ ഒന്ന് മുങ്ങിക്കളയാം. നമ്മളിൽ നല്ലൊരു ശതമാനം ആളുകൾ മുങ്ങുന്ന ഇതിനു വേണ്ടിയാ. എന്തിനു വേണ്ടിയാ? വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ട്. നമ്മൾ പറയുന്നത് അതാണ് അല്ലേ? വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ നിന്നോട് ഉപദേശിച്ചത് ആര്? എന്നിട്ട് യോഹന്നാൻ പറയുന്നത് ഞാൻ മാനസാന്തരത്തിനായി ഇല്ലേ? അവിടെ എഴുതിയിരിക്കുന്നതാണ്. അവിടെ എഴുതിയിരിക്കുന്നത് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുണിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് അറിയുന്നില്ലയോ? ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും എല്ലാം വെട്ടി തീയിലിടുന്നു. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. ഇവിടെ യോഹന്നാൻ പറയുന്നത് ഞാൻ ഈ സ്നാനം കഴിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഇത് കഴിഞ്ഞിട്ട് മാനസാന്തരത്തിന്റെ ഫലം കായ്ക്കാൻ വേണ്ടി, അല്ലാതെ ഒരിക്കലും വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനല്ല ആരും എന്റെ അടുത്ത് വന്ന് സ്നാനപ്പെടുന്നത്. ഞാൻ ഈ സ്നാനപ്പെടുത്തും എന്തിനാണെന്നറിയാമോ? ഇത് കഴിഞ്ഞിട്ട് ഇവൻ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കാൻ വേണ്ടിയാണ്. യോഹന്നാൻ പറയുന്നത് നിന്നെ കൊണ്ടത് ജന്മം ചെയ്ത നടക്കത്തില്ലെന്ന്. കാരണം
ഫലം കായ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വൃക്ഷത്തിനെ നല്ല ഫലം കായ്ക്കാൻ കഴിയത്തുള്ളൂ. നിന്റെ പ്രശ്നം നീ അമലിയുടെ സന്തതിയാണ്. യു ആർ സൺ ഓഫ് യു ആർ ബ്രൂഡ് ഓഫ് എ വൈപ്പ്. നീ അമലിയുടെ അല്ലെങ്കിൽ സർപ്പസന്തതിയാണ്. സർപ്പസന്തതിക്ക് ഒരിക്കലും മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കാൻ കഴിയത്തില്ല. അത് ഇതിനകത്ത് മുങ്ങിയാലൊന്നും ശരിയാകുന്ന കാര്യമൊന്നുമല്ല. ദിസ് ഇസ് വാട്ട് ഹി സേസ്. അതുകൊണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? താഴോട്ട് പറയുമ്പോൾ എന്താ പറയുന്നത്? വരുവാനുള്ള കോപത്തെ അബ്രഹാം നിങ്ങൾക്ക് പിതാവ് ആയിട്ടുണ്ടെന്ന് നിങ്ങൾ പറയരുത്. അബ്രഹാമിന് വേണമെങ്കിൽ കല്ലിൽ നിന്ന് മക്കളെ ഉത്പാദിപ്പിക്കുവാനും കഴിയും. നിന്റെ പാരമ്പര്യം കൊണ്ട് നീ രക്ഷപ്പെടുമെന്ന് നീ ചിന്തിക്കരുത്. നീ ചിന്തിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ. നിന്റെ പാരമ്പര്യം അബ്രഹാമിന്റെ പാരമ്പര്യം അല്ലെന്നാ പറയും. കാര്യം നീ അബ്രഹാമിന്റെ മകനൊന്നുമല്ല. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് നീ പറയരുത്. കാര്യം നീ ആരുടെ മകനാണ്? സർപ്പത്തിന്റെ മകനാണ്. നീ ആരുടെ മകനാണ്? സർപ്പത്തിന്റെ മകനാണ്. സർപ്പത്തിന്റെ പ്രശ്നം എന്നാണ്? ആണലിയുടെ, പ്രത്യേകിച്ച് ആണലിയുടെ പ്രശ്നം. ഒരു ഈസോപ്പ് സ്റ്റോറിയുണ്ട്. ഈസോപ്പിന്റെ കഥയുണ്ട്. ഈ ഒരുത്തൻ ഇങ്ങനെ മഞ്ഞിലൂടെ നടന്നു പോവുകയാണ്. ഞാൻ ഹിമാചലൊക്കെ ഉറക്കമുള്ളതുകൊണ്ട് എനിക്ക് ആ ഭാഗമൊക്കെ എനിക്ക് ഏകദേശം ഒന്ന് ഇമാജിൻ ചെയ്യാനായിട്ട് പറ്റും. നടന്നു പോയ കൂട്ടത്തിൽ ഇവൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു അണലി ഇങ്ങനെ വഴിയിൽ കിടക്കുന്നു. അത് ഓൾമോസ്റ്റ് ചാകാറായി കിടക്കുകയാണ്. മഞ്ഞ് മൂടി കിടക്കുകയാണ്. ഈ മഞ്ഞിന്റെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മഞ്ഞിൽ കൂടെ നടക്കുകയാണെങ്കിലും നടന്നുകൊണ്ടിരുന്നാൽ നമുക്ക് നടക്കാം. പക്ഷെ എവിടെങ്കിലും നമ്മൾ ക്ഷീണിച്ചിരുന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് പോകത്തേ ഉള്ളൂ. ഇറ്റ് കനോട്ട് കം ഔട്ട് ഓഫ് ഇറ്റ്. അതൊരു വലിയൊരു പ്രശ്നമാണ്. കാര്യം പെട്ടെന്ന് സ്റ്റിക്കിയാണ്. പിന്നെ വിറ്റ് കനോട്ട് കം ഔട്ട് ഓഫ് ഇറ്റ്. അല്ലെ? നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ കീപ് ഓൺ വാക്കിംഗ് എന്നുള്ളതാണ് മഞ്ഞിലൂടെ നടക്കാനുള്ള അതിന്റെ മന്ത്രം എന്ന് പറയുന്നത്. കീപ് ഓൺ വാക്കിംഗ്. എത്രയാണെങ്കിലും കീപ് ഓൺ വാക്കിംഗ്, എത്ര ക്ഷീണമാണെങ്കിലും. അപ്പോൾ ഈ അണലിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ നടന്നു പോകുന്ന വലിയ ജാക്കറ്റൊക്കെ ഇട്ട് പോവുകയാണ്. അവനൊരു വലിയൊരു കരുണ തോന്നി. അപ്പൊ അണലിയുടെ അവനെന്ത് ഈ അണലിയെ കയ്യിലെടുത്തു. അത് ഓൾമോസ്റ്റ് അല്ല, അതിന്റെ ദേഹത്തുനിന്ന് ഈ മഞ്ഞുമെല്ലാം തൂത്ത് കളഞ്ഞ് എനിക്ക് ചൂട് കൊടുക്കാനായിട്ട് വേണ്ടി അറിയാമോ ഈ ജാക്കറ്റിനകത്ത് കയറ്റി വെച്ചു. ഈ സ്റ്റോറിയാണ്. എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊന്ന് ഉണർന്നു കഴിഞ്ഞ് ആദ്യം ചെയ്തെന്നറിയാം ഇവനെ തന്നെ കടിച്ചു. ഇവനെ കടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ ഈ അണലിയോട് ചോദിച്ചു, എടാ നീ ചത്തുപോയന്, നിന്നെ രക്ഷിക്കാനായിട്ട് എന്റെ കരുണ കൊണ്ട് ഞാൻ ചെയ്തതാണ്. നിനക്ക് ജീവിക്കാൻ യാതൊരു മാർഗവുമില്ലാതെ മരിക്കാൻ കിടന്ന നിന്നെ രക്ഷപ്പെടുത്തിയ രക്ഷകനായ എന്നെ തന്നെ നീ കടിക്കാൻ കാര്യമല്ല. അണലി പറഞ്ഞു, ബിക്കോസ് അങ്ങനെ വായ്പ പറയാനൊന്നുമില്ല. കാരണം ഞാനൊരു അണലിയാണ്. കാര്യം അണലിക്ക് എന്താ ചെയ്യാൻ പറ്റുള്ളൂ? ഇതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്കിപ്പോ എന്താകാൻ പറ്റത്തില്ല. എനിക്കിപ്പം ചായ വാങ്ങിച്ചു തരാനൊന്നും പറ്റത്തൊന്നുമില്ല. കാര്യം എന്റെ ജോലി എന്ന് പറഞ്ഞാൽ എന്താണ്? കടിക്കാന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ യോഹന്നാൻ പറയുന്നത് നീ എത്ര മുങ്ങിയാലും നിനക്ക് വ്യത്യാസം ഉണ്ടാകത്തില്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. യോഹന്നാൻ കൃത്യമായിട്ട് പറയാണ്, യു കനോട്ട് ഗിവ് അപ്പ് യുവർ വാട്ട് യു സേ യുവർ ബിഹേവിയർ ഓർ യുവർ ക്യാരക്ടർ ബിക്കോസ് യു ആർ ബ്രൂഡ് ഓഫ് എ വൈപ്പ്. നിനക്ക് നിന്റെ സ്വഭാവം ത്യജിക്കാനായിട്ട് കഴിയത്തില്ല. ഒരു അണലിയുടെ സ്വഭാവം പോലെ അത് രൂഢമൂലമായി കിടക്കുകയാണ്. വെള്ളം ഒഴിച്ച് കഴിയുന്നതൊന്നും ഇത് പോകത്തില്ല. നമ്മൾ ഇത്രയും പറഞ്ഞിട്ട് ബാക്കി കാര്യം പറയുമ്പോഴാണ് അതിനകത്ത് ആ സ്പിരിച്വൽ ആസ്പെക്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ എന്റെ പിന്നാലെ വിടുത്തം വരുന്നുണ്ട്. ആൻഡ് യു നോ ഹി വിൽ ബാപ്റ്റൈസ് യു ഇൻ ദ ഹോളി സ്പിരിറ്റ്. അവൻ പരിശുദ്ധാത്മാവിന്റെ സ്നാനം തരുന്നവനാണ്. എന്താ അതിന്റെ അർത്ഥം? അമലിയുടെ സ്വഭാവത്തെയും രൂപാന്തരപ്പെടുത്താൻ കഴിയുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ സ്നാനമെന്നാണ്. ദാറ്റ് ഈസ് സ്പിരിച്വൽ ട്രൂത്ത് ബിഹൈൻഡ് ഇറ്റ്. നമ്മളൊരിക്കലും നമ്മളെ തന്നെ ഐഡന്റിഫൈ ചെയ്തില്ല നമ്മൾ അമലിയുടെ സന്തതിയാണെന്നുള്ളത്. നമ്മളെപ്പോഴും നമ്മളെ നല്ലവരായിട്ടാണല്ലോ കണക്കാക്കുന്നത്. അബ്രഹാമിന്റെ ലോത്തിന്റെ കഥ പറഞ്ഞാൽ നമ്മളെപ്പോഴും അബ്രഹാമാണ്. നമ്മളൊരിക്കലും ലോകത്താകത്തില്ല. വേദത്തിൽ ഏത് കഥ പറഞ്ഞു ഭഗവാന്റെ ലാസറിന്റെ കഥ പറഞ്ഞാൽ നമ്മളെപ്പോഴും ലാസറാണ്. എപ്പോഴും നല്ല കഥകളല്ല കഥാപാത്രങ്ങൾ നമ്മളായിരിക്കും. പക്ഷെ വാസ്തവം നേരെ തിരിച്ച മെനി ഓഫ് ദ ടൈംസ് വി ആർ ജസ്റ്റ് ബ്രൂഡ് ഓഫ് എ വൈപ്പ്. നമ്മൾ മിക്കപ്പോഴും എന്താണ്? അമലിയുടെ സന്തതികളാണ്. നമ്മുടെ സ്വഭാവം ത്യജിക്കാൻ കഴിയാത്ത വ്യക്തികളാണ്. തിങ്ക് അബൌട്ട് യുവർ സെൽഫ്. എന്നെക്കുറിച്ചോ നിങ്ങളെക്കുറിച്ചോ നിങ്ങൾ ആലോചിച്ച് നോക്ക്. എത്രയോ പ്രാവശ്യം നമ്മൾ ഈ അമലിയുടെ സ്വഭാവം മാറ്റാൻ പരിശ്രമിച്ചിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങളിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? ഇല്ല. എപ്പോഴും നമ്മൾ വീണ്ടും പാപത്തിലേക്കും കരുണയില്ലായ്മയിലേക്കും ഏറ്റവും മോശമായ ജീവിതത്തിലേക്കും വി ആർ ജസ്റ്റ് ലൈക്ക് ദിസ് ഫാരിസീസ്. നമ്മൾ ഈ പരീക്ഷന്മാരെ പോലെ സദൂക്യരെ പോലെ അമലിയുടെ സന്തതികളാണ്. നമ്മൾ ദേഹത്തൂടെ വെള്ളം ഒഴിച്ചാൽ മാറുന്നതൊന്നുമല്ല ഈ സ്വഭാവം. വാട്ട് ഈസ് നീഡഡ് ഈസ് എന്താണ്? പരിശുദ്ധാത്മ സ്നാനമാണ് ആവശ്യമായിരിക്കുന്നത്. ആ പരിശുദ്ധാത്മ സ്നാനം കൊണ്ട് മാത്രമേ
അമലിയുടെ സ്വഭാവം മാറത്തുള്ളൂ എന്നുള്ളതാണ് ഇവിടെ യോഹന്നാൻ പറയുന്നത്. യോഹന്നാൻ പറയുന്നത് അറിയാമോ? ഞാൻ വന്നതെന്നറിയാമോ? ജനറലായിട്ട് പാവങ്ങൾക്ക് മാനസാന്തരപ്പെടാനുള്ള ഒരു മനസ്സൊരുക്കി കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണമെങ്കിൽ എന്ത് വേണം? പരിശുദ്ധാത്മസ്നാനം ആവശ്യമാണ്. അതുകൊണ്ട് എന്റെ പിന്നാലെ വരുന്നവനാണ് റിയൽ ശുശ്രൂഷ ചെയ്യാൻ വരുന്നവന്. അല്ലാതെ ഞാനത് ചെയ്യുകയല്ല. ഞാനെന്ത് ചെയ്യുന്നു? ഞാൻ അതിനുവേണ്ടി ഒരു പാത ഒരുക്കുന്നു. ഞാനൊരു ശബ്ദമാണ്. ഞാൻ വിളിച്ചു പറയുന്നുള്ളതേ ഉള്ളൂ. somebody is coming behind me and that is Jesus and he will baptize you in the Holy Spirit and all your bad characters, all the evil that is within you, അത് അമലിയുടെ സന്തതിയായ അനുഭവമാണ് നിങ്ങൾക്കുള്ളതെങ്കിലും അതിനെയും രൂപാന്തരപ്പെടുത്താൻ കഴിയുന്നതാണ് പരിശുദ്ധാത്മസ്നാനം. പ്രിയമുള്ളവരെ, മനസ്സിലാക്കണം നമ്മൾ പരിശുദ്ധാത്മസ്നാനത്തിന്റെ പ്രാധാന്യം എത്രത്തോളമാണ്. Without the baptism in the Holy Spirit, you cannot live a holy life. You cannot live because we are all brood of vipers. We are all, നമ്മളെല്ലാം സർപ്പത്തിന്റെ സന്തതികളാണ്. We are all children of a viper. ഒരു സർപ്പത്തിന്റെ സന്തതിയാണ്. നമുക്കങ്ങനെ ഒറ്റയടിക്കൊന്നും നമ്മൾ സ്നാനപ്പെടുകൊണ്ടോ നമ്മുടെ സ്വഭാവം മറ്റുള്ള കാര്യങ്ങൾ മാറ്റാനായിട്ട് കഴിയത്തില്ല. What is needed is a deep and very fast, strong work of the Holy Spirit in our life. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഇളക്കി മറിക്കുന്ന, പരിശുദ്ധാത്മാവ് നമ്മളെ he is some kind of the real work that is done by the Holy Spirit, and that is what God gives when you are a born again Christian. ഒരു പുതുജനനം പ്രാപിക്കുമ്പോൾ അതാ സംഭവിക്കുന്നത്. പുതുജനം പ്രാപിക്കുമ്പോൾ ഇവൻ സൺ ഓഫ് എ വൈപ്പർ എന്നുള്ള സാധനം മാറുകയാണ്, അല്ലേ? പിശാച് എന്ന പിതാവിന്റെ മകനായിട്ട് ജനിച്ച നമ്മൾ എന്ത് ചെയ്യുന്നു? പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ what happens? നമ്മൾ then we are no more brood of a viper. We are no more brood of a viper. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ എടുക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. But this is very important, very important. The Holy Spirit baptism and the born again experience, being born of the Spirit, that is not a small thing. That is the only thing that will help you to come out of your evil character. നമ്മളുടെ ആ ദുഷ്ട മനസ്സിൽ നിന്നും, ദുഷ്ട ചിന്തയിൽ നിന്നും, ദുഷ്ട ക്യാരക്ടർ സ്വഭാവത്തിൽ നിന്നും പുറത്തു വരാനുള്ള ഏക മാർഗം ആത്മസ്നാനം. ഏക മാർഗം ആത്മസ്നാനം. ഓക്കെ, എന്നിട്ട് പിന്നെ പറയുന്നത്, ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു. യോഹന്നാൻ പറഞ്ഞത് എന്റെ പിന്നാലെ വരുന്നവൻ ന്യായവിധി നടത്തുമെന്ന്. ന്യായവിധി നടത്തും. കർത്താവ് ന്യായവിധി നടത്തും. ഇത് യോഹന്നാൻ പറഞ്ഞതിന് കുറ്റമൊന്നുമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യോഹന്നാൻ മനസ്സിലാക്കുന്ന ഓൾഡ് ടെസ്റ്റമെന്റ് പ്രോഫസി എന്താണ്? ന്യായവിധിയുടെ പ്രോഫസിയാണ്. എന്റെ പിന്നാലെ വരുന്നവൻ ന്യായവിധി നടത്തും. അവിടെ അവൻ പരിശുദ്ധാത്മാവിലും അഗ്നിയിലും സ്നാനം കഴിപ്പിക്കും. ഇതൊരു കോൺട്രവേഴ്സ്യൽ സ്റ്റേറ്റ്മെന്റാണ്. ഒരു കോൺട്രവേഴ്സ്യൽ സ്റ്റേറ്റ്മെന്റ്. പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയിൽ സ്നാനം കഴിപ്പിക്കുമെന്നല്ല പറയുന്നത്. പരിശുദ്ധാത്മാവിലും അഗ്നിയിലും സ്നാനം കഴിപ്പിക്കും. ദിസ് ഇസ് ഡിഫറൻസ്. ഇത് വ്യത്യാസമുണ്ട്. ഇത് രണ്ടും ഒരാൾക്കുള്ളതല്ല. പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്ന ശിഷ്യന്മാരെയാണ്. ശിഷ്യന്മാരെ അവൻ പരിശുദ്ധാത്മാവിന് സ്നാനം കഴിപ്പിക്കും, മറ്റുള്ളവരെ അഗ്നിയിൽ സ്നാനം കഴിപ്പിക്കും. കാരണം ഇവിടെയുള്ള അഗ്നി സ്നാനം എന്ന് പറയുന്നത് എന്താണ്? ഫലം കായ്ക്കാത്ത വൃക്ഷത്തെയൊക്കെയും വെട്ടി തീയിലിട്ട് കളയും. പരിശുദ്ധാത്മാവ്, അഗ്നി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായിട്ട് വേദപുസ്തകത്തിൽ പല സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ യോഹന്നാൻ പറയുന്നത് അതിനെക്കുറിച്ചല്ല. യോഹന്നാൻ പറയുന്നത് തീയിലിടുന്നതിനെ കുറിച്ചാണ്. അതായത് നിങ്ങൾ ആത്മസ്നാനം പ്രാപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ഗതിയുള്ളൂ? തീയിൽ സ്നാനം കഴിക്കപ്പെടുക എന്നുള്ളതേ ഗതിയുള്ളൂ, വേറെയില്ല. അപ്പോൾ എന്റെ പിന്നാലെ വരുന്നവൻ രണ്ട് കാര്യം ചെയ്യാനാണ് വരുന്നത്. ഒന്ന്, ഹോളി സ്പിരിറ്റിനെ കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? സ്നാനത്തെ നൽകുന്നു. അതിന് വിധേയരായി അമലിയുടെ സ്വഭാവത്തെ ത്യജിച്ച് പുതിയ ജീവിതം ജീവിക്കാൻ തയ്യാറാകാത്തവരെ എല്ലാം കൂടെ ഒടുവിൽ എന്ത് ചെയ്യുന്നു? വെട്ടി തീയിലിട്ട് കളയും. ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും ബാക്കിയുള്ള ചാപ്പെല്ലാം എന്ത് ചെയ്യുന്നു?